സോ ഇനി സാറിന്റെ ഒരു കോളേജ് കാലഘട്ടം അത് കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് വന്നു. ഇനി അപ്പന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കുറെ ഉണ്ട്, അപ്പൻ ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട്, പൂർത്തീകരിക്കാനുണ്ട്. അപ്പനൊരു ലോങ് വിഷൻ എത്രയായാലും കണ്ടിരിക്കും. അപ്പൊ അപ്പൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ, ഇന്ന പോലെ നീ ഇന്ന ചെയ്തേക്കണം, ഇതിനകത്ത് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പം അതേ ഒരു സക്സസറിനെ ആയിട്ടൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഒരു വിഷു ഒന്നും പറഞ്ഞിട്ടുമില്ല എൻ്റെ അടുത്ത്. എന്റെ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അവർ രണ്ടുപേരും പൊളിറ്റിക്സ് ഇറങ്ങുന്നതിന് താല്പര്യമില്ലാന്ന് ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല. ഇത് എന്റെ സഹോദരി പറഞ്ഞ അറിവേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഓപ്പൺ അപ്പ് ആവത്തില്ല. ചില കാര്യങ്ങൾ വളരെ, അതുകൊണ്ട് തന്നെ ഇന്ന കാര്യം ചെയ്യണമെന്നോ വിഷയായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതേസമയം ഞാൻ പ്രവർത്തിച്ചു വരുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഞാൻ ഇത്രയും നാള് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതേസമയം ഒരു പോയിന്റിൽ ഞാനൊരു 4 വർഷം മുമ്പ് ഒരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു, 5 വർഷം മുമ്പ്. അപ്പൊ അദ്ദേഹം എഗ്രി ചെയ്തിട്ടുമില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അതിനകത്ത്. ഇപ്പം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അപ്പം ഞാൻ അന്ന് ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഇപ്പൊ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായി വരണം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് മനസ്സിലാക്കി ആ സ്ട്രഗിൾ എന്താന്ന് മനസ്സിലാക്കിയൊക്കെ കയറി വരണം എന്നായിരിക്കും. പക്ഷെ ഞാൻ അപ്പൊ തന്നെ 19 വർഷം സ്ട്രഗിളായി. ഓക്കെ. സാറിന്റെ കോളേജ് ലൈഫിൽ സാർ പറഞ്ഞു രാഷ്ട്രീയത്തിൽ, അവിടെ രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നുമില്ല, പക്ഷെ നല്ലതായിട്ട് അത് പ്രവർത്തിച്ചു, പ്രസംഗിക്കുകയൊക്കെ ചെയ്യണമല്ലോ ഇതിന്റെ കൂട്ടത്തിലൊക്കെ. അപ്പൊ അന്നത്തെ കാലത്ത് കോളേജ് ലൈഫാണ്, നല്ലതായിട്ട് പ്രസംഗിക്കുന്ന സ്മാർട്ട് ഗൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ സാറിന്റെ പ്രസംഗം കേൾക്കാനും ഒക്കെ ആയിട്ട്? അപ്പൊ ആരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് സാർ? എന്റെ പ്രിൻസിപ്പള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ വോട്ടേഴ്സ് എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഒറ്റ പെൺകുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ? അത് ചുമ്മാ നുണയാണ്, അങ്ങനെ പറയരുത്. ഒരാള് പോലെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ? അങ്ങനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. നമ്മൾ എന്റെ വോട്ടേഴ്സ് എല്ലാം അപ്രീഷിയേറ്റ്, എന്റെ കോളേജിലെ എല്ലാ വോട്ടേഴ്സും ഇപ്പോഴും ആ കോളേജിൽ പോയി ചോദിച്ചാൽ മതി. ഇപ്പോഴും ഞാൻ അവിടെ കാര്യങ്ങള് കോവിഡ് സമയത്തും ഞാൻ ആ കോളേജിൽ പോയി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇപ്പോഴും ആ കോളേജിൽ ഇപ്പോഴും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണ്. ഓക്കെ.